പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ സലീം കുമാർ പെൺവേഷം കെട്ടിയിട്ടുള്ള മീം ഇങ്ങനെ ഓരോരോ ഇതിൽ വരുമല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ DP, ഞാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ DP. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടേ, തൊലയട്ടെ പറഞ്ഞല്ലോ, ഒക്കെ തൊലയട്ടെ. ആര്യ ചേച്ചി പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ദി ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അപ്പൊ അമ്മയും മോളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. എന്ത് പ്രശ്നമില്ല, അങ്ങനെയാണ് നാട്ടുകാർ നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. അമ്മ എത്രയൊക്കെ പറഞ്ഞാലോ അമ്മയല്ലേ. വഴിയിൽ ഇറങ്ങിയിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ ഒരാൾ വന്നിട്ട് എന്നെ വന്ന് ഭയങ്കരമായിട്ട് വന്ന് നെഞ്ചത്തിടിച്ചിട്ട് ഓടി. അപ്പം എനിക്ക് അയാളെ പിന്നാലെ പിടിച്ച് ഓടാൻ ഞാൻ തിരിച്ചു കുറേ ഓടി നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല, അയാൾ ഓടി രക്ഷപ്പെട്ടു. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള കേരളത്തിൽ തന്നെ ആദ്യത്തെ ട്രാൻസ് ജേർണലിസ്റ്റ് ആയ, കൂടാതെ ഒരു JR ഹോൾഡർ കൂടിയായ ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് വെൽക്കം ഹെയ്ദി സാദിയ. ഹായ്. ഹായ്. ഹലോ ചേച്ചി. ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സുഖല്ലേ? സുഖം. ഓക്കെ, ഞാൻ ഇപ്പൊ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ JR ഹോൾഡർ ആണ്. എന്തോ പറയുന്നത് JR ഹോൾഡർ ആയിട്ട് ഇപ്പൊ? JRF കിട്ടിയതിനു ശേഷം ഭയങ്കര കോൺഫിഡൻസ് കൂടി. കാരണം ലൈക്ക് PhD എന്നുള്ള സ്വപ്നം കുറച്ചും കൂടെ വളരെ ഈസി ആകുന്ന ഒരു വേയിലേക്ക് പോയല്ലോ. PhD ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ഈ ജൂണില് കയറാൻ നിൽക്കും. എവിടെയാണ്? ഇവിടെ കേരളത്തിൽ തന്നെ. യൂണിവേഴ്സിറ്റി കൺഫേം ചെയ്തിട്ടില്ല. ഗൈഡിനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. റിസർച്ച് പേപ്പർ ഏതാണ്? ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം തന്നെയാണ്. ഓക്കെ, ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പം നിലവിലിപ്പം വെക്കേഷൻ മോഡാണ്. ഇപ്പം April May വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് 1-2 കോളേജിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. നോക്കണം. PhD കയറുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കാലം പഠിപ്പിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എവിടേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഒരു പ്രൈവറ്റ് കോളേജിലാണ്. പുറത്ത് ചെയ്തുകൂടാ ഞാൻ ചോദിച്ചാൽ? പുറത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താണോ ഇന്ത്യയിൽ? കേരളത്തിന് പുറത്ത് എനിക്ക് ഇമോഷണൽ വെൽബീയിങ് ഭയങ്കര മസ്റ്റാണ്. അപ്പം ലൈക്ക് കേരളത്തിന് വെളിയിൽ PhD ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ PhD ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം അവർ പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഇമോഷണൽ വെൽബീയിങ് കിട്ടുന്ന ഒരു സ്പേസ് ആണെന്ന്. അപ്പം ഇതേപോലെ ജേർണലിസത്തിൽ തന്നെ JRF ഒക്കെ മുന്നേ നേടിയിട്ട് ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്, ഡൽഹിയിലാണ്. അപ്പം തേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പറയുന്നുണ്ടായിരുന്നു എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിത് മനസ്സമാധാനത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് നട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേറൊരു സിറ്റിയിൽ പോയിട്ട് നമ്മൾ 3-4 വർഷം കണ്ടിന്യൂസ് അവിടെ നിന്ന് ഇതിന് വേണ്ടി സ്ട്രെസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു സമാധാനമില്ലെങ്കിൽ, പീസ് ഓഫ് മൈൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം സോൺ ഔട്ട് ആവും. അപ്പോൾ അത് കാരണം സേഫായിട്ട് ഇവിടെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കൂടുതലും കാണുന്ന വീഡിയോസ് ഇപ്പോൾ ഇപ്പൊ ചേച്ചി വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ ട്രൂ ആണ്. കൊടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. അത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഈ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര എക്സ്പോഷർ കൊടുത്തിട്ടുള്ള പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്ത് കണ്ടില്ല. ഒരു ഷോർട്സ് അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടു. അല്ലാണ്ട് ആരും പറഞ്ഞില്ല. സാധാരണ ക്വസ്റ്റ്യൻ ഇടുമ്പോ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ ആൾക്കാരും ചോദിക്കും അക്സെപ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കാം, അതിന് റിപ്ലൈ ഇല്ല. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ ചെയ്തു. വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു. വീട്ടിൽ തന്നെ ഫെബ്രുവരിയിൽ എനിക്ക് JRF കിട്ടിയ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നു. പക്ഷെ അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല, ഫാദറിന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാദറിന് വയ്യാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ അങ്കിളാണ് വിളിച്ചിട്ടുണ്ടായത്. അപ്പം അങ്കിൾ അങ്ങനെ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു, അങ്കിളും ആൻറ്റിയും കൂടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു, ഫാദറിനെ കണ്ടു. പിന്നെ അൺഎക്സ്പെക്റ്റഡ്ലി ഫാദർ മരിച്ചുപോയി. അപ്പം അതിനുശേഷം പിന്നെ അങ്ങനെ അങ്ങോട്ട് ഫാമിലിയിലോട്ട് പോയി. അപ്പം ഫാദറിൻ്റെ ഫാമിലിയാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫാദറിൻ്റെ സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡും ഒക്കെയാണ് ഫസ്റ്റ് എന്നെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു വിളിക്കുന്നതും ഒക്കെ. അപ്പം അതിനുശേഷം പിന്നെ വീട്ടിൽ തന്നെ. ഇപ്പൊ JRF കിട്ടിയതിന് ശേഷം ചേച്ചി ഇന്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്കിപ്പോ എന്ത് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാലും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെ, അതായത് ആ ഇന്റർവ്യൂ കൊടുത്തില്ലേ, JRF കിട്ടിയ അടുത്ത ദിവസമാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ വീട്ടിൽ ജാസിയുടെ അടുത്തോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് വളരെ കാഷ്വലായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. ആ ഇൻ്റർവ്യൂ കൊടുത്ത് ഇറങ്ങി വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ
വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. അങ്ങനെ ആ ഒരു ലൈക്ക് JRF കിട്ടി, JRF എന്നതിലുപരി അവർക്ക് ആ ഒരു ഇമോഷണൽ ഇത് സംഗതി വരുമല്ലോ. ഉപ്പാക്ക് വയ്യാതായ സമയത്ത് ഉപ്പ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നെ കാണാനും ഒക്കെ. അപ്പോൾ പിന്നെ അത് നടന്നു എന്നുള്ളതാണ്. പിന്നെ JRF കിട്ടിയ അന്നത്തെ ദിവസം രാത്രി ഞാൻ മറക്കില്ല. കാരണം ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കര ഒരു അവസ്ഥയിലൂടെ പോയത്. ഭയങ്കര സന്തോഷിക്കേണ്ട ഒരാൾ എനിക്കൊരു അട്രോസിറ്റി നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു അട്രോസിറ്റിയുടെ ട്രോമ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അത് അന്ന് നേരിടേണ്ടി വന്നൊരു ഗതികേടിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ചോദിക്കാനും പറയാനൊരു ഫാദറും ബ്രദറൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നു. മേ ബി ആ കൊതിച്ചത് ഭയങ്കരമായിട്ട് തീവ്രമായൊരു മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബ്രദർ ഇപ്പോൾ ചേച്ചി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ബ്രദറിനെ എനിക്ക് പേടിയാണ് എന്നുള്ളൊരു ലെവലിൽ പറഞ്ഞായിരുന്നു. അതെ എത്ര നമ്മൾ 10 വർഷമായിട്ട് വീട്ടിലൊരു കണക്ഷനും ഇല്ലാണ്ടിരിക്കല്ലേ. അപ്പം അതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥ എന്നെക്കാട്ടിലും ഒരു 10-13 വയസ്സ് മൂത്തതാണ് ബ്രദർ. അപ്പം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനൊരു 5th പഠിക്കുമ്പോഴാണ് എൻ്റെ ബ്രദർ ദുബായി പോകുന്നത്. അപ്പം എന്നോട് നല്ല മൂത്ത ബ്രദറാണ്. പക്ഷേ അത് അങ്ങനെ ഒരു പേടി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ കാണുന്നത് കുറച്ച് ഇല്ല, കോണ്ടാക്ട് ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് എല്ലാം. ഭയങ്കര കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്ത് പക്ഷെ ഇപ്പം എനിക്ക് ബ്രദറിന് ഞാനും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഡെയിലി വിളിച്ച് സംസാരിക്കും. ബ്രദറിൻ്റെ വൈഫാണെങ്കിലും ഭയങ്കര എല്ലാം എനിക്കൊരു എനിക്കും കാക്കൂനും ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് പരസ്പരം. ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നാണല്ലോ. അപ്പം എത്രയൊക്കെ പറഞ്ഞെന്നാലും ആ ഒരു സ്നേഹം രക്തബന്ധം തന്നെയാണ്. അപ്പം ബ്രദറിന് ഭയങ്കര ഒരു അനിയത്തി എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ബ്രദറിൻ്റെ വൈഫും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തന്നെ ഒരു സിസ്റ്റർ ഇൻ ലോ എന്നുള്ളൊരു സ്ഥാനത്ത് കാണുന്നുണ്ട്. അപ്പം അത് എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഭയങ്കര എന്താ പറയുക, എല്ലാ കാര്യത്തിനും അപ്ഡേഷൻ തരിക, നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്പോൾ കുറേ കൺസേൺസ് വരികയാണല്ലോ ലൈഫിൽ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ബ്രദറിനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ചെറുതൊന്നുമല്ല. തിരിച്ചും വീട്ടിലാണോ അതോ ഇവിടെ തന്നെയാണോ? ഇവിടെയാണ്. ഇപ്പം PhD കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പോയി വരും വീട്ടിലോട്ട്, വീക്കെൻഡ്സിലും അല്ലാണ്ട് ഇങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് വരും. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടൊരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ കൂടി നമ്മൾ കണ്ടൊരു സംഭവമാണ് JRF കിട്ടിയ സമയത്ത് ചേച്ചിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാനൊന്നുമില്ല. ഒരു അട്രോസിറ്റി നേരിടേണ്ടി വന്നു. അത് അന്ന് രാത്രി ഞാനും ശ്രുതിയായിരുന്നു. അപ്പം നതാശ ചേച്ചിയുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് റിസൾട്ട് വന്നതും അപ്പം എൻ്റെ ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ടും ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ റിസൾട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്തതാണ്, എന്താ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ലോട്ടറി സന്തോഷത്തിൽ JRF കിട്ടി. അപ്പോൾ എല്ലാവരും ചുറ്റുള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നതാശ ചേച്ചിയുടെ വീട്ടിൽ അന്ന് കൂടിയിരുന്ന എല്ലാവർക്കും JRF എന്താണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വലിയ എന്തോ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല സിമ്പിളായിട്ട് പറയല്ലേ. അല്ല, ഓക്കെ, പക്ഷെ അവർക്ക് അറിയില്ല എന്താണ് JRF, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊന്നും അവർക്കറിയില്ല. അവരിങ്ങനെ കിട്ടിയ ഒരു സന്തോഷത്തിൽ എനിക്കെന്തോ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടുന്നു എന്നുള്ള ഒരു മൈൻഡായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും വന്ന് ലഡു വെച്ച് തരുന്നു, കേക്ക് വെച്ച് തരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, സ്നേഹിക്കുന്നു, ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ ഞാനും ശ്രുതിയും തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വലിയൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് എന്നെ സ്പെഷ്യലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. പിന്നെ അടുത്ത ദിവസം അതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ വീട്ടിൽ നിന്ന് കോൾ വരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നതും വീട്ടിൽ നിന്ന് കോൾ വരുന്നു. അപ്പോൾ അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്, പ്രശ്നങ്ങളാണ്. ഓരോ ദിവസം എല്ലാ സ്ത്രീകളും ഇതുപോലെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, മുന്നേ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ മുന്നത്തെ ഒരു ഇൻസിഡൻ്റ് ആണ്. മുന്നേ ഇൻഫോ പാർക്കിൽ ഞങ്ങൾ കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഇൻഫോ പാർക്കിൻ്റെ അവിടെ നിന്ന് ക്യാബ് കണക്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ അവിടെയുള്ള വഴിയിൽ ഇറങ്ങി. അപ്പം വഴിയിൽ ഇറങ്ങിയിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ ഒരാൾ വന്നിട്ട് എന്നെ വന്ന് ഭയങ്കരമായിട്ട് വന്ന് നെഞ്ചത്തിടിച്ചിട്ട് ഓടി. അപ്പം എനിക്ക് അയാളെ പിന്നാലെ പിടിച്ച് ഓടാൻ ഞാൻ തിരിച്ചു കുറേ ഓടി നോക്കിയപ്പോൾ അയാൾ കാണുന്നില്ല, അയാൾ ഓടി രക്ഷപ്പെട്ടു.
വെരി നെക്സ്റ്റ് ഡേ എനിക്ക് കോട്ടയത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് CMS കോളേജിൽ. അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം ഇങ്ങനൊരു പ്രശ്നം നടന്ന് ഓരോ ദിവസവും നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതിജീവിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ സ്റ്റക്കാവലേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ഇന്നർ എനർജി വേണമല്ലോ, ഒരു ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷൻ വേണമല്ലോ. അപ്പോൾ ആ മോട്ടിവേഷൻ കൊണ്ടാണ് ഇപ്പോൾ ഈ ജീവിച്ചു പോകുന്നത്. സോ ഈ പറഞ്ഞ പോലെ നെറ്റും JRF കിട്ടിയ അന്നത്തെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൽ ഞാൻ ചിന്തിച്ചത്, ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഈക്വലി എലിജിബിൾ ആയിട്ടും ഒരാൾക്കും പ്രശ്നമുണ്ട് ബാധ്യതയാവാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ടാലൻറ്റ് പ്രൂവ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച മൊമെൻറ്റിലാണ് തിരിച്ച് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും ആ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ, ലാസ്റ്റത്തെ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ നൊബേൽ പ്രൈസ് കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസിൽ, ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത്. അത് പിന്നെ കിട്ടിയാലും നടക്കാൻ പോകുന്നില്ല. പക്ഷെ മിറാക്കിൾ വിൽ ഹാപ്പൻസ്. മിറാക്കിളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ ഒരു അല്ല, പറയാൻ ഉപ്പാടെ ഒരു മരണവും കാര്യങ്ങളും അതിനപ്പുറം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പറയാം, അങ്ങനെയാണ് വിചാരിച്ചത്. ഇപ്പൊ പഠിച്ചൊരു സ്ഥാപനത്തിൽ നിന്ന് ചേച്ചിക്ക് ഒരു ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, കരഞ്ഞ് ചേച്ചി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതെന്തായാലും സംഭവിച്ചു ശരിക്കും? ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നേരിട്ടു. അവിടുന്ന് ഏലിയനേഷൻ, നമ്മളങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഭയങ്കര ലൈക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിട്ടോ എനിക്കറിയില്ല. ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അഡ്വക്കസിയിലൊക്കെ എങ്ങനെ പോയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത്. ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ചിന്താഗതിക്കാരായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് മാറുമായിരിക്കും. എത്ര പേരായിരുന്നു? 5 പേരും. പിന്നെ ഇവരൊക്കെ ഭയങ്കര രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ സോഷ്യൽ ക്യാപിറ്റലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്കൊന്നും അങ്ങനെ മുട്ടാൻ പറ്റില്ല. ഭയങ്കര പിന്നെ അതിന്റെ പിന്നാലെ പോയതൊന്നും ഇല്ല. എന്തിനു പോകുന്നു? നശിക്കട്ടെ, പ്രാപ്തി എലിസബത്ത് പറയുന്ന പോലെ തൊലയട്ടെ, ഒക്കെ തൊലയട്ടെ. ആര്യ ചേച്ചി പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ദി ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുള്ള വരട്ടെ. അല്ല, നമ്മൾ അത്രയും മനസ്സിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് ഓവർകം ചെയ്ത് ഞാൻ വന്നത്. അതിന് അടിക്കടിയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അച്ചീവ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കലോത്സവത്തിന് പോകുന്നു, മോണാക്ടിന് പ്രൈസ് അടിക്കുന്നു, പിന്നെ ബെസ്റ്റ് ആക്ട്രസ് കിട്ടുന്നു. ചരിത്രത്തിൽ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ട്രസ് കിട്ടുന്നു. നെറ്റും JRF കിട്ടുന്നു. ഇതിൽ കൂടുതൽ നമ്മൾ എലിജിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേറെ എന്താ വേണ്ടേ? അവർക്ക് അങ്ങനെ ഒരു മാങ്ങയുള്ള മാവിലെ കല്ലെറിയോളൂ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര പേടി സ്വപ്നമായിരിക്കും എന്നെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം എടാ ഞാൻ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ സലീം കുമാർ പെൺവേഷം കെട്ടിയിട്ടുള്ള മീം ഇങ്ങനെ ഓരോരോ ഇതിൽ വരുമല്ലോ. അതൊക്കെയാണ് ഇപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ DP, ഞാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ DP. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബുള്ളിങ്ങും ഹറാസ്മെന്റും കാര്യങ്ങളും. ഞാൻ വെച്ച് പോട്ടെ, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അവരൊന്നും നന്നാവാൻ പോണില്ല. പഠിക്കുന്ന ടീച്ചർ, കൂടെയുള്ള ടീച്ചേഴ്സ് ഒന്നും ആരും പറഞ്ഞു? 2-3 പേര് എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. HOD ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. HOD എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പം എൻ്റെ അങ്കിളിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം HOD ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര മെൻറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ടീച്ചർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കുറച്ച്. പക്ഷേ അത് കാരണം ലിമിറ്റേഷൻസ് ഉള്ള കാരണം എന്നാലും ഇമോഷണൽ സപ്പോർട്ടും ഒരു സോളിഡാരിറ്റിയും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലേ. അപ്പൊ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും HOD ആണ്. HODക്കാണ് ഈ പ്രിൻസിപ്പാൾ ഇൻചാർജ്. ഇപ്പൊ ഒരു കോളേജ് ആണെങ്കിൽ നമുക്ക് കോളേജിൽ പ്രിൻസിപ്പാള്, വൈസ് പ്രിൻസിപ്പാള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം PTA ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരു സ്പേസ് ആണ്. യൂണിയൻ ഉണ്ട്. യൂണിയൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കുള്ളത് വൈസ് ചാൻസലറാണ്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും രജിസ്ട്രാറും ആണ്.
അങ്ങോട്ടേക്ക് അവിടെ വരെ കംപ്ലൈന്റ് ചെയ്തു. അവിടേക്കൊക്കെ പോകണമെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കാലങ്ങളോളം വെയിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ നിന്നിട്ട് കാര്യമില്ല. സാധാരണ മനുഷ്യർക്ക് അതെ. അപ്പൊ എനിക്ക് പറയാനുള്ള ക്യൂർ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ സ്പേസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അഫിലിയേറ്റഡ് കോളേജസ് ആണ്. അതായത് ഓട്ടോണോമസ് കോളേജസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് കോളേജസ് ആണ് ഏറ്റവും ബെസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു അട്രോസിറ്റിയോ ഒരു പ്രശ്നമോ ഡിസ്ക്രിമിനേഷനോ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സേഫ് സ്പേസ് ആയിട്ട് അവിടെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനൊരു പ്രിൻസിപ്പാളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഒരു പക്ഷേ ലിമിറ്റേഷൻസ് കുറവായിരിക്കും, പ്രിൻസിപ്പാളിനൊക്കെ ഡീൽ ചെയ്യാവുന്നതന്നെ ഉള്ളൂ. അപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മൾ ശത്രുത വളരുകയും നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുകയും നമ്മൾ ഭയങ്കരമായിട്ട് ട്രോമാറ്റിക്കായി ഭയങ്കര അവസ്ഥയിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യും. ബെറ്റർ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഫ്രണ്ട്സിനും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി സെയിം ടൈമിൽ. അതെ, ഭയങ്കര ആ കുട്ടി അവരിപ്പം ഓവർകം ചെയ്തു. പക്ഷെ ആ 2 കുട്ടികൾ ജീവിതകാലം മുഴുവൻ അവർക്ക് ഭയങ്കര ട്രോമയും മുതൽ ഉള്ളിൽ എല്ലൊക്കെ ചതഞ്ഞ് പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വേണം അതിനെ ശരിയാക്കി എടുക്കാൻ. 2 അങ്ങനെ ട്രാൻസെക്ഷൽസ് ആണ്, സർജറി കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് 2 പേർക്കും. ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്, പാരലൈസ് ആകുന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടേ. വളരെ പോസിബിലിറ്റി ഉണ്ട്, ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം പാരലൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഭയങ്കര പാനിക്കായി. കാരണം ആയിക്കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല. ഒറ്റയ്ക്ക് അതിജീവിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവരാണല്ലോ ഓരോ ക്യൂർ മനുഷ്യന്മാരും. ഇപ്പൊ അവര് സെറ്റായോ? ഇപ്പം ഓവർകം ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മൂവ് ഓൺ ചെയ്തല്ലേ പറ്റൂ. ഇപ്പം ആയല്ലോ, 2-3 മാസമായല്ലോ. ഇപ്പൊ വേറൊരു വാർത്തകളാണ് വരുന്നത്. ഹെയ്ദി സാദിയ ബിഗ് ബോസിലേക്ക് വരുന്നു എന്നൊരു പരക്കിയൊരു പ്രചരണം നടക്കുന്നുണ്ട്. പരക്കെ ആരാണ് ആ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്? സോഷ്യൽ മീഡിയയിൽ മൊത്തം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരാണ് അങ്ങനെ നടത്തുന്നത്? എന്നോട് ചോദിക്കാണ്ട്, എന്റെ അനുവാദം ഇല്ലാണ്ട് എന്തിനാണ് നിങ്ങൾ? എന്താണ് അതിൽ റിയാലിറ്റി ഒന്നുമില്ല. ഞാൻ പോകുന്നില്ല ഈ വർഷം. എന്തായാലും എനിക്ക് ഈ വർഷം ഞാൻ പോകുന്നില്ല. ഈ വർഷം എനിക്ക് കോളോ ഇന്റർവ്യൂയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഭാവിയിൽ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ പോണ്ടേ? ഇനിയിപ്പോ ധൈര്യമായിട്ട് പോവാലോ. നോക്കാനില്ല, അതിജീവനത്തിന്റെ എക്സ്ട്രീമും കടന്നു വന്നിട്ടല്ലേ. അപ്പം ഇനി ഇൻഷാല്ല വിളിച്ചു കഴിഞ്ഞാൽ പോകണം. ഇനിയൊരു സീസണിൽ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണെങ്കിൽ അവിടെ പോയി ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ബിഗ് ബോസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജാസ്മിനെയാണ്. ഓക്കെ, ജാസ്മിനായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ജാസ്മിനെ ഇടക്ക് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അസ്ലയുടെ അടുത്ത് എനിക്ക് നെറ്റ് കിട്ടിയ സമയത്ത് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഫാദർ മരിച്ചു എന്ന് പറഞ്ഞപ്പം അവള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോളൻസസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവള് ഫ്രണ്ട്ഷിപ്പിന് ആക്ച്വലി എന്താണ് ഫ്രണ്ട്ഷിപ്പ്? അത് നമ്മളെല്ലാരും നിങ്ങളുടെ വീഡിയോന് ഇപ്പൊ ചേച്ചിയുടെ വീഡിയോ അവരുടെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ 3 പേര് തമ്മിലൊരു കൂട്ടുകെട്ട് നമുക്ക് അതിൽ കാണാമായിരുന്നു. പെട്ടെന്ന് അത് ഇല്ലാതായി. ബിഗ് ബോസിന് ശേഷം പിന്നെ കണ്ടതേ ഇല്ല. അത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻസിലും പ്രയോറിറ്റീസ് മാറുമല്ലോ. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അവർ കംപ്ലീറ്റ്ലി മാറി. കണക്ഷനൊന്നുമില്ല, ജസ്റ്റ് ഹായ് ബൈ റിലേഷൻഷിപ്പ്. പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആളുടെ ലൈഫ് എൻറ്റയർലി ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഭയങ്കര ഒരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഹീലയുടേതും ഇപ്പം പ്രഗ്നൻ്റ് ആണ്. കാണാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് അന്ന് എനിക്ക് ഇപ്പം നെറ്റ് കിട്ടിയ JRF കിട്ടിയ അന്നാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ന്യൂസ് അറിയുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേപോലെ സന്തോഷം ഒരു ദിവസം കിട്ടി. അപ്പോൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും തിരിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ അവൾക്ക് കിട്ടട്ടെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡെലിവറി ഒക്കെ ആവട്ടെ, ഹെൽത്തി ആയിരിക്കട്ടെ. കാണാൻ പോണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചു നോക്കാം എന്തായാലും ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. ട്രീറ്റ്മെന്റ് മൊത്തം കഴിഞ്ഞു? കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യലി കൂടുതലും നമ്മൾ ഗേൾസ് എന്ന് പറയുന്നൊരു സമുദായത്തിന് പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന
ചില ഭയങ്കരമായിട്ടുള്ള ട്രോമകൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ക്യൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായും ചില സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഗെയ്സ്, മെയിൽ ഗെയ്സ് എന്നാണ് അതിനെ പറയാം. GAZE, ഗെയ്സ്. വാക്ക് സ്പെല്ലിംഗ് നിങ്ങൾ സൂക്ഷിക്കണം. ഗേ അല്ല, ഗെയ്സ്. നമ്മൾ നോട്ടം, ഈ പറഞ്ഞ പോലെ വോയറിസ്റ്റിക് ആയിട്ടുള്ള നോട്ടങ്ങളൊക്കെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമല്ലോ. അവർക്ക് പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സൊസൈറ്റിയിൽ സേഫ് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സേഫ് ആണോ? സേഫ് കംപ്ലീറ്റ്ലി സേഫ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീകളാകുന്നത് തന്നെ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, ആട്ടി അകറ്റുന്ന, അധിക്ഷേപിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പെട്രിയാർക്കിയൽ അല്ലെങ്കിൽ ഹെജിബോണിക് ഗ്രൂപ്പ് ഓഫ് ഒരു പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ഭയങ്കര സർക്കുലേറ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം എനിക്കൊരു അധികാരമുണ്ടെങ്കിൽ ഞാൻ ആ അധികാരം താങ്കളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് വെച്ചാൽ അപ്പോൾ അത് ഒരിക്കലും പൊളൈറ്റ് ആയിട്ടുള്ളൊരു വേ അല്ല. അപ്പം പക്ഷെ ആ പൊളൈറ്റ് അല്ലാത്തൊരു വേയിലൂടെയാണ് എല്ലാവരും പവറിനെയും ഈ പറഞ്ഞ പോലെ ഹെജിമോണിക് ആയിട്ടുള്ള മാസ്കുലിനിറ്റീനെയൊക്കെ കാണുന്നത്. അങ്ങനെയാണ് അതിനെ എൻകറേജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ പോലും ഭയങ്കര ഒരു സ്പേസ് കിട്ടാതെ ഇരിക്കുകയാണ്. സ്ത്രീകൾ തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സപ്രഷൻ അല്ലെങ്കിൽ ഒപ്രഷൻ ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ് വുമൺ നമ്മുടെ ഇന്റർസെക്ഷൻസ് കൂടുതലാണ്, നമുക്ക് മൾട്ടിപ്പിൾ ഒപ്രഷൻസ് ആണ്. നമുക്ക് ദളിത് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ജാതിപരമായിട്ടുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പല ഒരു മുസ്ലിം നാമധാരിയാകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഫീമെയിൽ ആയതിൻ്റെ, ക്വിയർ ആയതിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് നമ്മൾ നേരിടുന്നത്. പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇച്ചിരി സ്കിൻ ടോൺ പറയണ്ട, അവർ ജീവിതത്തിൽ നേരിടുന്ന ഭയങ്കര വെല്ലുവിളികളായിരിക്കും. പക്ഷെ ആൾക്കാർ മാറണം, സൊസൈറ്റി മാറണം. ഒരു ഈക്വൽ സ്പേസിന് വേണ്ടി ഈ റിയൽ ഫെമിനിസത്തിൻ്റെ റിയൽ മീനിങ് അറിഞ്ഞ് ഇപ്പം നമ്മൾ 3 വേവ് കടന്നിട്ടാണ് ഫെമിനിസം മൂവ്മെൻറ്റ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും ആൾക്കാർ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കണം. ഫെമിനിസം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് ഫെമിനിസ്റ്റ് തോട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഫെമിനിസ്റ്റ് ഡസൻ മീൻ ദാറ്റ് അതൊരു സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു അവകാശത്തിൻ്റെ പോരാട്ട കഥയൊന്നുമല്ല. ഇതൊരു മൂവ്മെൻറ്റാണ്. ഈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഇക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുള്ളത് വലിയൊരു അനിവാര്യ ഘടകമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഐ മീൻ ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്കാണല്ലോ പ്രശ്നം. അറ്റ് ദ സെയിം ടൈം പെട്രിയാർക്കി, പുരുഷാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന സ്ത്രീകൾക്കും മറ്റ് ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ ഈ പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ സ്ത്രീകളുടെ ഒരു പ്രശ്നം എടുത്താൽ എന്തായാലും അതിൽ വേറെ സ്ത്രീ കാണും നമ്മൾ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായ റിയാലിറ്റിയാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്ത്രീ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയല്ലോ. അതെനിക്ക് ഇപ്പൊ വെരി റീസെന്റ് ഞാൻ അനുഭവിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു ബുള്ളിങ്ങും ഇതൊക്കെ നേരിട്ടുന്നു പഠിക്കാൻ പോയടുത്തുനിന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അവിടെ ആകെ ഒരു ആൺകുട്ടി മാത്രമേ അതിനൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ചെറുക്കൻ അറ്റ്ലീസ്റ്റ് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനും അതിനെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു എഫേർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിനെ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് പെൺകുട്ടികൾ അവർ സമ്മതിച്ചിട്ടില്ല. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എതിർക്കുകയായിരുന്നു. ദാറ്റ് അവർ പറയുന്നത് അവരെന്തോ സിസ് ഹെട്രോ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഞാൻ അതിലേക്ക് എത്താൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു പേഴ്സണാണ് ഞാൻ. സ്ത്രീ എന്നൊരു കോൺസെപ്റ്റിലേക്ക്, സ്ത്രീ എന്നൊരു മേജർ കാര്യത്തിലേക്ക്, ആ ഒരു ജെൻഡറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് ഞാനിപ്പോഴും എത്താൻ സ്പേസ് ഡിസേർവ് ചെയ്യാത്ത ആളാണെന്നൊക്കെയാണ് സ്ത്രീകൾ പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ. അപ്പം സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകളുടെ ശത്രു പല സന്ദർഭങ്ങളിലും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം
ഓരോരോ ഇഷ്യൂ വരുമ്പം ഇപ്പം ഗവൺമെൻറ് സ്ത്രീകൾക്ക് വീട്ടുജോലി ചെയ്യുന്ന അതായത് ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്ക് ഒരു ജോലി എന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു പേ കൊടുക്കാം എന്ന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സാലറി പോലെ ആക്കാം എന്നുള്ളൊരു ഒരു കാര്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ സ്ത്രീകളെല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് കൈയടിച്ച് പാസ്സാക്കി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവരതിനെ കാറ്റഗറൈസ് ചെയ്യല്ലേ, ഇത് സ്ത്രീകൾ ചെയ്യേണ്ട ജോലികളാണ് വീട്ടുജോലികൾ, അപ്പോൾ ഈ ജോലിക്ക് പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ടീഷനിങ് ചെയ്യുകയല്ലേ. സോഷ്യൽ കണ്ടീഷനിങ്ങിനെ ഭയങ്കര ഊട്ടി ഉറപ്പിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ തന്നെയാണ് അതിന് തിരിച്ചെതിരൊന്നും പറയാഞ്ഞതും അതിനെ അക്സെപ്റ്റ് വെൽക്കം ചെയ്തതും ഇതിൻ്റെ ഒരു ട്രാപ്പ് മനസ്സിലാക്കാതെ. അറ്റ് ദ സെയിം ടൈം ശബരിമല ഇഷ്യൂ വന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പലയിടത്തും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന പല ആർട്ടിസ്റ്റുകളും, പേര് ഞാൻ പറയുന്നില്ല, പല ആർട്ടിസ്റ്റുകളും പല സെലിബ്രിറ്റീസും സ്ത്രീകളുടെ പോരാട്ടത്തിനും അതിജീവനത്തിനും അതിജീവിതയോടൊപ്പമൊക്കെ നിൽക്കുന്ന പല സെലിബ്രിറ്റീസും വി ആർ റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞു. സ്ത്രീകൾ ശബരിമലയിൽ കയറണമെങ്കിൽ വി ആർ റെഡി ടു വെയിറ്റ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്കൊരു കാര്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും മറ്റൊരു കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുകയും ഉള്ള അവസ്ഥ. അപ്പം ബഹുജനം പലവിധം, പലർക്കും പല പെർസ്പെക്റ്റീവാണ് കുട്ടി. പക്ഷെ കൂടുതലും ഈ വിമൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിമൻസിന് തന്നെ ഒരു ആവാറുണ്ട്, പണി കിട്ടാറൊക്കെ കൂടുതലും അങ്ങനെയാണ് വരാറ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ട്? എനിക്കറിയില്ല, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് വിചാരിക്കും. നമുക്കുള്ളിലൊരു സിസ്റ്റർഹുഡ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ് സിസ്റ്റർഹുഡ്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടുള്ള ഒരു സോളിഡാരിറ്റി. അപ്പം അത് ഉണ്ട് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ റിലേഷൻഷിപ്പ്. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരാണ്. അവർ 2 പേരും സ്ത്രീകളാണ്. അതർ ദാൻ ഈ പറഞ്ഞ ശ്രുതി, ദയ, നാദിറ, അവരൊക്കെ പാറു, അവരൊക്കെ സിസ്റ്റേഴ്സാണ് എനിക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് 2 പേരുള്ള. ഈ 2 പേരുടെ അടുത്തുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ സ്പേസ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മൾക്ക് പുരുഷ സുഹൃത്തുക്കളെക്കാൾ കംഫർട്ടബിൾ സ്ത്രീകളായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സ്ത്രീകളാണെന്ന് മനസ്സിലാക്കും. ബട്ട് ആ ഒരു സ്പേസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അൾട്ടിമേറ്റ്ലി നമുക്കൊരു സോളിഡാരിറ്റി ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഉണ്ടാവണം. അത് പലരും മറന്നു പോകുന്നുണ്ട്. സ്ത്രീയുടെ ശത്രുവാണെന്നുള്ളൊരു തോന്നലും അതൊക്കെ പലയിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അതെ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പൊ ചേച്ചിയുടെ അമ്മ എന്ന് പറയുന്ന ഒരാള് രഞ്ജിമാർ, ആ ചേച്ചി എവിടെയാണ്? അമ്മേനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, എവിടെയാണ്? നിങ്ങളിപ്പോ വീഡിയോയിലൊന്നും കാണുന്നില്ല എന്ന രീതിയിലുള്ള, അപ്പൊ അമ്മയെ പറ്റി സംസാരിക്കുന്നില്ല. അമ്മ തൊട്ട് മുന്നേ, ഇപ്പൊ എനിക്ക് ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന്റെ മുന്നേ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ, അമ്മ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അമ്മ ദുബായിലാണ്. അമ്മ ഇപ്പൊ 2-3 വർഷമായിട്ട് അമ്മ കംപ്ലീറ്റ്ലി ദുബായിലാണ്. എന്തെങ്കിലും ഇവൻറ്റ്സോ പ്രോഗ്രാംസോ മേക്കപ്പ് വർക്കോ ഷൂട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ നാട്ടിൽ വരും. ആ വർക്ക് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് ഇമ്മീഡിയറ്റ്ലി ഇവിടെ ദുബായ് പോകുന്ന ആളാണ്. അപ്പോൾ ദുബായിൽ ഓറ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി സലൂൺ ഉണ്ട്. അപ്പം അതിൻ്റെ തിരക്കിലാണ് അമ്മ. അപ്പം അവിടെ ഒരു ഇൻവെസ്റ്ററാണ്, ദുബായിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുകയാണ്. അപ്പം അമ്മ ദുബായ് കേരള എന്നുള്ള ഈ ഒരു യാത്രയിൽ ഭയങ്കര അധികം ബിസിയാണ്. അപ്പം നമുക്ക് തന്നെ കാണാൻ കിട്ടുന്ന കുറവാണ്. പക്ഷെ ഞാനൊരു 3 മാസം മുന്നേ അമ്മേനെ ലാസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നോ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഇപ്പോൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വീഡിയോ എടുത്തിടും. അമ്മേനെ ഞങ്ങൾക്ക് കാണാൻ കിട്ടണ്ടേ? ആർക്കും അമ്മമ്മയ്ക്ക് എവിടെ കാണാൻ കിട്ടുന്നില്ല. വീട്ടിലുള്ള അമ്മമ്മയെ അങ്ങനെ മക്കളെ എപ്പോൾ വരും നെഞ്ചുമ്മ എന്നൊക്കെ പറയുന്നതാണ്. അപ്പം അമ്മമ്മയ്ക്കോ കാണാൻ കിട്ടുന്നില്ല. അപ്പം ഭയങ്കര ബിസി ആയിപ്പോയി. പണ്ടേ ബിസിയാണ്. എനിക്ക് തോന്നുന്നു അമ്മ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. ആ ബിസി സ്കെഡ്യൂൾഡ് ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അമ്മയും മോളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. എന്ത് പ്രശ്നമില്ല? അങ്ങനെയാണ് നാട്ടുകാർ എന്താണെങ്കിലും പറയാലോ. അമ്മ എത്രയൊക്കെ പറഞ്ഞാലോ അമ്മയല്ലേ. അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ല. വീഡിയോയിൽ കാണാതിരിക്കുമ്പോ പെട്ടെന്ന് കാണാതിരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ. അമ്മയും മക്കളും തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാ മക്കളും അമ്മയും ഭയങ്കര ഒരു സ്നേഹത്തിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് അമ്മ ബിസിയാണ്, നമ്മൾ നമ്മുടെ ലൈഫായിട്ട് ബിസിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിലൊരിക്കൽ
ഒരിക്കലെങ്കിലും ഒരു ഗെറ്റ് ടുഗദറും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി കൊറോണ കോവിഡ് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തൊരുമിച്ചായിരുന്നു. കാരണം നമുക്കൊന്നും പ്രത്യേകിച്ച് മെജോറിറ്റി ഓഫ് ആൾക്കാരും ആർട്ടിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വർക്കൊന്നും ഇല്ലാതിരുന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്പേസും സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും ബിസി ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് ഗെറ്റ് ടുഗദർ കുറഞ്ഞു. അതുകൊണ്ട് വീഡിയോസിലൊന്നും കാണില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കാന്ന് വെച്ചാൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിലൊക്കെ കാണാമല്ലോ. എന്നാലും ആൾക്കാർക്ക് ഒരു സംശയം കാണൂല, പെട്ടെന്ന് ഇല്ലാതാകുമ്പോ എല്ലാവർക്കും സംശയം കാണത്തില്ല. ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടിരുന്ന സംഭവം കാണാതാവുമ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പ്രശ്നവും ഇല്ല ഗൈസ്, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ചു പോകുന്നു.